കൗസല്യയ്ക്ക് ഒരു പെൺകുട്ടി ഉണ്ടായി. ശാന്ത എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി ഉണ്ടായി. അപ്പോൾ തൻ്റെ ബന്ധുവും സുഹൃത്തുമായിരുന്ന ഒരു രാജാവുണ്ട്. ലോമപാദൻ എന്നാണ് പേര്. അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷമം ഇങ്ങനെ വന്ന് പറയും. അപ്പോൾ ഈ വളരെ ശുദ്ധഹൃദയനായിട്ടുള്ള സ്നേഹനിധിയായിട്ടുള്ള സുഹൃത്തായിരുന്നു ആര്? ദശരഥൻ. അപ്പോൾ ദശരഥൻ എന്താ വിചാരിക്കുന്നത്? തനിക്ക് ഇനിയും കുട്ടികൾ ഉണ്ടായേക്കാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വിഷമം മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് തൻ്റെ പുത്രിയാരാ? ശാന്ത. ആ ശാന്തയെ ദശരഥൻ ലോമപാദനെ ദാനം ദത്തായിട്ട് കൊടുക്കുകയാണ്. പക്ഷെ പിന്നീട് ദശരഥന് കുട്ടികളുണ്ടായില്ല. വളരെ കാലം സന്താനമില്ലാതെ ദുഃഖിച്ച് കഴിയായിരുന്നു ദശരഥൻ. ഒടുവിൽ ഋഷ്യശൃംഖനെ കൊണ്ട് ശ്രേഷ്ഠമായ പുത്രകാമേഷ്ടി യാഗം നടത്തി. അതൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ ഋഷ്യശൃംഖനും ദശരഥനും തമ്മിലുള്ള ബന്ധം ചിലപ്പോൾ അറിയുണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ശാന്ത എന്ന് പറഞ്ഞിട്ടൊരു മകളുണ്ടായ കാര്യം. ആ ശാന്തയുടെ ഭർത്താവാണ് ഋഷ്യശൃംഖൻ. അപ്പോൾ ശാന്ത പിന്നീട് ഋഷ്യശൃംഖൻ എന്ന മുനിയുടെ പത്നിയാവാണ് ഉണ്ടായത്. ഇപ്പോൾ ഋഷ്യശൃംഖൻ വളരെ ശ്രേഷ്ഠനും തപസ്വിയായ മുനിയായതുകൊണ്ട് അദ്ദേഹം യാഗം നടത്തിയിട്ടാണ് പിന്നീട് കുട്ടികളുണ്ടാവുന്നത്. ആർക്ക്? ദശരഥന്. ഇതിനിടയിലൊരു കാര്യം പറഞ്ഞോട്ടെ.